PMCയും ബഹുദൂരം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞങ്ങളുടെ മുമ്പിലെത്തിയത്. ഒരു മാസമായ ഒരു ഗവൺമെൻറ്റിൻ്റെ പെരടിക്ക് അതെല്ലാം കൂടി വെച്ചിട്ട് പോകാനൊന്നും ആർക്കും കഴിയില്ല. കാരണം PMCയിൽ കൊണ്ടുപോയി കുടുക്കി വെച്ചു. അപ്പോൾ അവിടെ നിയമസഭയിൽ തന്നെ അടിയന്തര പ്രമേയം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, ഫണ്ട് കിട്ടൂല എന്നുള്ള ഘട്ടത്തിലാണ് ഞങ്ങൾ പണം വാങ്ങിയതെന്നാണ് പറഞ്ഞത്. ഒരേ വിശദീകരണം. അപ്പോൾ അവർ ഫണ്ട് കിട്ടൂല എന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ അതുവരെ പറഞ്ഞതൊക്കെ ഒറ്റ പറച്ചിൽ നിന്ന് പിന്നെ അവസാനിച്ചില്ലേ. ഫണ്ട് കിട്ടൂല എന്നായപ്പോൾ ഞങ്ങൾ ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞു. ഫണ്ട് വാങ്ങി ഉപയോഗിച്ച് എല്ലാം കഴിഞ്ഞ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കാനാണ് ഞങ്ങൾ കമ്മിറ്റിയെ വെച്ചത്. ഇതിലൊക്കെ വളരെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഓരോ വിഷയങ്ങളും അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് വിവാദമാക്കുക എന്നല്ലാതെ ഇതെല്ലാം അവർ ചെയ്തു വെച്ചതാണ്. ഇനി അതിൽ നിന്ന് തല ഊരണമെങ്കിൽ തന്നെ പരിക്കില്ലാതെ തല ഊരണമെങ്കിൽ തന്നെ പറ്റുമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് നോക്കാനാണ് ഒരു കമ്മിറ്റിയെ വെച്ചത്. ഞങ്ങളത് എത്ര പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ ഒരു നീക്കം തന്നെ ഇല്ല. മനസ്സിലാക്കേണ്ടത് കരിമണൽ സ്വകാര്യവൽക്കരിക്കാനേ സാധിക്കില്ല. ഇറ്റ് ഈസ് റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. അത് ഇനി അങ്ങോട്ട് പറ്റേയില്ല. അങ്ങനെ ഒരു സംഗതി ഇനി വേറൊരു കാര്യം പറയാം, ഞങ്ങൾ അനുവദിക്കൂല്ല, ഒരു സംശയം വേണ്ട. അതും ഈ പറഞ്ഞതുപോലെ ആ പ്രോജക്റ്റുകളൊക്കെ ഒരു കണ്ടിന്യൂഷനാണ്. ഞങ്ങളത് വിശദമായി നോക്കിയിട്ട് ഇതിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ ഖനനത്തിൻ്റെയോ വല്ല പഴുതുമുണ്ട് എങ്കിൽ അത് നടപ്പിലാക്കൂല. എന്താ സംശയം? ഇത് ഞങ്ങളെ മുമ്പിൽ അവതരിച്ചത് പബ്ലിക് സെക്ടറിലും കൂടി നടത്തുന്ന ഒരു വാല്യൂ അഡീഷൻ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു വാല്യൂ അഡീഷൻ മാത്രമായി ഞങ്ങളുടെ മുമ്പിൽ. അതിൻ്റെ ഫയൽ ഞങ്ങൾ വിശദമായിട്ട് പഠിക്കും. പഠിച്ചിട്ട് അതിലെ ഞങ്ങളെ നയം പറയും. സംശയം വേണ്ട, ഖനനവും പാടില്ല, സ്വകാര്യവൽക്കരണവും പാടില്ല. ഈ രണ്ട് കാര്യം ഞങ്ങൾ അനുവദിക്കുകയില്ല. പുതിയ ഖനനം സ്വകാര്യവൽക്കരണം, നോ ടു ദാറ്റ്. അതാണ്. പിന്നെ അതിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം, 2003 കഥ ശരിയാണ്, 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ സ്വകാര്യവൽക്കരണമോ ഖനനോ അനുവദിച്ചിട്ടില്ല. ഇടയ്ക്കുണ്ടായ സംഭവങ്ങളൊക്കെ കൂടി ഞങ്ങളെ പെരടിക്ക് വെക്കണ്ട. ഞങ്ങൾക്ക് പുതിയ ഖനനം ആലപ്പുഴ തീരമേഖലകളിലൊന്നും പുതിയ ഖനനത്തിന് പറ്റൂല. ഞങ്ങൾ ഒരു സംശയവും വേണ്ട, പുതിയ ഖനനവും അത് സ്വകാര്യ മേഖലക്ക് കൊടുത്തോളും. ഈ രണ്ടും ഉണ്ടാവില്ല, ഉറപ്പ്. ഇപ്പോൾ വെച്ചിരിക്കുന്ന MOUവിനെ പറ്റിയൊക്കെ പത്രങ്ങളിൽ മലയാള മനോരമയിലൊക്കെ പിന്നെ ലേഖനമായിട്ട് വന്നിരുന്നു. ഞാനത് സൂക്ഷ്മമായിട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളത് മുഴുവനൊന്ന് എടുത്തു നോക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് കാലമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയും എഗ്രിമെൻറ്റും ഡീലും MOU ഒക്കെയാണത്. അതിനെ സംബന്ധിച്ച് ഡീൽ ചെയ്യാൻ മറ്റൊരർത്ഥത്തിലൊന്നും അല്ല പറയുന്നത് കേട്ടോ. എന്തുതന്നെയാണെങ്കിലും ശരി, ഞങ്ങളത് വിശദമായിട്ട് പഠിച്ചിട്ടല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകും. കാവൽ മന്ത്രിസഭയുടെ സമയത്ത് കുറഞ്ഞ ദിവസം കൊണ്ട് അതിനെ സ്വകാര്യ കമ്പനിക്ക് അനുമതി കൊടുക്കാനുള്ള നീക്കം പിണറായി സർക്കാർ നടത്തിയെന്ന് പറയുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് സംബന്ധിച്ച് നടന്നതൊക്കെ ഞങ്ങളെടുത്ത് നോക്കും. ഇതിനിടയ്ക്ക് ഞങ്ങളെ മുമ്പിൽ ഒരു MOU സൈൻ ചെയ്യുന്ന വിഷയം വന്നു. MOU സൈൻ ചെയ്യാൻ ഞങ്ങൾ കൂട്ടാക്കിയിട്ടില്ല. പുതിയ ഗവൺമെൻറ്റിനെ പഠിക്കാൻ സമയം കൊണ്ട് എല്ലാം പഠിച്ചതിന് ശേഷമേ പറയുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതല്ലേ എല്ലാവരുടെയും ആശങ്ക. അത് ഇവിടെ ദൂരീകരിച്ച് തരാം. സ്വകാര്യവൽക്കരണം ഉണ്ടാവില്ല, പുതിയ ഖനനം ഉണ്ടാവില്ല. ഒരു ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണ്ട. UDFന്റെ നയം ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ലീഗ് എന്നും മധ്യ ഇത് തന്നെയുള്ള അതിമേലൊരു ട്വിസ്റ്റിന് വേണ്ടി ഇല്ല. നല്ല സ്ട്രൈറ്റ് അല്ല, അതൊക്കെ നല്ല സ്ട്രൈറ്റായിട്ട് ഞാൻ പറഞ്ഞ മറുപടിയിലുണ്ട്. പുതിയ ഗവൺമെൻറ് ഒരിക്കലും തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അത്തരം ഞങ്ങൾ വിമർശിക്കപ്പെട്ട പാളിച്ചകളൊന്നും നടപ്പിലാക്കില്ല. ഞങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. മദ്യം സംബന്ധിച്ച് ഞങ്ങളെ നയം വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് UDF ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പറയാം. UDFിൽ ലീഗും ഉണ്ട്. ലീഗ് ആ കാര്യം നല്ലപോലെ നോക്കും. ഞങ്ങളൊക്കെ പാർട്ടിയുടെ നയം നല്ലപോലെ നോക്കുന്ന കൂട്ടത്തിലാണ്. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.